Hello all, welcome to another brand new episode of Faayu'z Wonder World. ഞാൻ ഷിനോബിയ ഫവാസ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്, സ്പൈസി അൽഫാം. സോ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 2 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി നന്നായി വരഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് നമ്മൾ ഒരു നാരങ്ങ സ്ക്യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി 4 ടേബിൾ സ്പൂൺ തൈര്, 4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ടൈമിൽ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള സെക്കൻഡ് മാഗ്നേഷന് വേണ്ടിയുള്ള സംഭവങ്ങൾ റെഡിയാക്കാം. അതിന് നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു സവാള, ഒരു ടൊമാറ്റോ, ഒരു 10 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഈ പേസ്റ്റ് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ചിക്കനിൽ പുരട്ടി വെക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഫുഡ് കളറും കൂടി ആഡ് ചെയ്യാം. റെഡ് ഫുഡ് കളർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്താലാണ് ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ഓരോന്ന് ആഡ് ചെയ്യാം. നമ്മളിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. സ്പൈസിനെസ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഇനി ആഡ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമ്മൾ ഗ്രില്ല് നന്നായിട്ട് ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ചിക്കൻ അതിൽ ഇട്ട് കൊടുക്കുക. ഇത് മറിച്ചിടുന്ന സമയത്തും ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ ചിക്കൻ നന്നായി ചുട്ടെടുക്കുക. സോ വളരെ ടേസ്റ്റിയും ഡെലീഷ്യസ് ആയിട്ടുള്ള സ്പൈസി അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുബൂസിൻ്റെ കൂടെ ഇതൊരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അതിൻ്റെ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.